Welcome back to our channel, The Wheel of Fortune 77 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, റൈറ്റ്? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ സ്ക്രീനിൽ 2 പയൽസ് ഉണ്ടാവും, 1 and 2. ഇതിൽ ഏതാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പിക്ചർ, ആ ഒരു പിക്ചർ നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് സോ ഫസ്റ്റ് പാൽസ് ചൂസ് ചെയ്തിട്ടുള്ളവർക്കുള്ള റീഡിംഗ് ആണിത്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് പ്രെയർ ചെയ്യാം. ഒരു ബ്രീത്ത് ഔട്ട് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസിനെയും നമുക്ക് റിലീസ് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിനോട് നിങ്ങൾ പ്രെയർ ചെയ്യുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഐ തിങ്ക് ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്നവരിൽ മിക്കവരും ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ വളരെയധികം പെയിനിലാണുള്ളത്, റൈറ്റ്? വളരെയധികം മുറിവേറ്റ ഹൃദയവുമായിട്ട് ഉള്ള ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ ബ്രോക്കൺ ആണ് ഇൻസൈഡ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഹാപ്പിയാണ്, ഫൈനാണെന്ന് കാണിക്കുമ്പോഴും യു ആർ ബ്രോക്കൺ ഇൻസൈഡ്. നിങ്ങളുടെ ഹാർട്ട് ഭയങ്കരമായിട്ടും വളരെ മോശപ്പെട്ടിട്ടുള്ള രീതിയിൽ തന്നെ വൂണ്ടഡ് ആയിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മേ ബി ആ ഒരു വൂണ്ടഡ് ഹേർട്ടിനെ ഒന്ന് സെറ്റാക്കി പഴയതുപോലെ ഹീൽ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണുന്നതും ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. എക്സോസ്റ്റാണ് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ലൈഫിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ പല ട്രോമകൾ ട്രിഗർ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പെസിഫിക് വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സോൾ കണക്ഷനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വ്യക്തി, അവരെക്കുറിച്ചിട്ടുള്ള തോട്ട്സുകൾ 24/7 നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. 24/7. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഫയൽ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളവരുടെ സ്പെസിഫിക് വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണ്? True feelings, please. Need true feelings. True feelings. നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വന്നത്.
കാരണം നിങ്ങളുടെ ലൈഫിൽ എന്ന് മുതൽ ഈ ഒരു വ്യക്തി വന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ്സും ആൻസൈറ്റിയും ബേർഡനുമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം ബേർഡനിലാണ് കറൻ്റ്ലി ഇവിടെ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ 24/7 ഈ ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എൻ്റെ മൈൻഡിൽ 24/7 ഉള്ളതെന്ന്. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഒരു കുറേ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഇവിടെ ഉണ്ട്. ആ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നടന്നതും. നിങ്ങൾ മേ ബി ഒത്തിരി ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഈ ഒരു വ്യക്തിനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ, ഇവരിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിനൊരു മെയിൻ റീസൺ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമിക് ആയതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടും ഒരു അഡിക്ഷനാണ്, ഒരു കോഡിപെൻഡൻസിയാണ്. അതായത് ഒരു ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയില്ല, അതുപോലെ ഒരു വല്ലാത്തൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തി ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിൽ. പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു പലർക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഇപ്പം റീസെൻ്റായിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 9 മന്ത്സോളം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഉറക്കം പോലും വരുന്നുണ്ടായിരിക്കില്ല. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, ഇവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സിൽ എനിക്കിവിടെ ലെസ്റ്റാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ നിങ്ങളുടെ അടുത്ത് സെക്ഷുവലി ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇവർക്ക് നിങ്ങളോട് മറ്റേ ഇമോഷൻസും ഫീലിങ്സും ഇമോഷണൽ ലെവലിൽ ഈ ഒരു വ്യക്തി കണക്റ്റഡ് അല്ല. ഇവർ ഡെവിലിൻ്റെ കാർഡാണ്. ഡെവിലിൻ്റെ കാർഡ് നമുക്കറിയാം, ഡെവിലും ജസ്റ്റിസ് കാർഡും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മങ്ങളാൽ ബന്ധിതമായിട്ടുള്ളൊരു ബന്ധമാണ്. അവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതും നിങ്ങൾ കണക്ട് ചെയ്തതും ഒക്കെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റും അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളും കാര്യങ്ങളും അഡിക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ മറക്കാൻ വേണ്ടിയിട്ടും, അതായത് ഈ ഒരു വ്യക്തി മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങൾ പലതവണയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, മതി, ഇത്രയും മതി, ഇനി ഒരു വ്യക്തിനെ ഓർത്ത് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ക്രിയേറ്ററിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പോലെ നിങ്ങൾ പലപ്പോഴും ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ആ ഒരു അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ, സെക്ഷൽ ആയിട്ടുള്ളൊരു എനർജീസൊക്കെയാണ് എനിക്കിവിടെ കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇതുവരെ ഒരു കപ്സിൻ്റെ കാർഡ് പോലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കാരണം കിട്ടിയ കാർഡ്സ് ക്യൂൻ ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്, 10 ഓഫ് വാൻഡ്സ്, ഡെവിൽ, 9 ഓഫ് സോർഡ്സ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്. ഇത്രയും കാർഡ്സുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് നിങ്ങളോട് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടോ ഈ ഒരു വ്യക്തിക്ക്? വെറും സെക്ഷൽ നീഡ്സ് മാത്രമാണോ, അതോ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണോ? ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് റിഗ്രഷൻ ഉണ്ട് നിങ്ങളോട് ചെയ്ത കാര്യത്തിൽ. ഓക്കെ, ഇവർക്ക് നിങ്ങളോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഒരു വ്യക്തിയും കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലായിരിക്കും ഉള്ളത്. ഇപ്പോൾ ഒരു 9 മന്ത്സോളം ഒക്കെ ആയിട്ട് 9 മന്ത്സ് മോറൊക്കെ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കും ഉള്ളത്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് റിഗ്രഷൻ ഉണ്ട്. ശരിക്കും ഇവർ നിങ്ങളിലേക്ക് വന്നത് തന്നെ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നുമല്ല. അത് ഈ ഒരു വ്യക്തിക്കും നല്ല രീതിക്ക് അറിയാം. നിങ്ങളോട് പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്നതായിട്ട് എനിക്കിവിടെ കാണാനുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു ഡെവിലിൻ്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. 5 ഓഫ് കപ്സ് ആണ്. ഓക്കെ, 5 ഓഫ് കപ്സിൻ്റെ കാർഡാണ് ഇവിടെ ഡെവിലിൻ്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആ ഒരു ഇത്രയൊക്കെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ട് കാര്യങ്ങൾ ഇത്രയും വഷളാകും, കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിക്കുന്നത് ആ രീതിക്ക് കാര്യങ്ങളാകും എന്ന് ഈ ഒരു വ്യക്തിയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി നടന്നിട്ടുണ്ട്. എനിക്കിത് വെറും ഒരു തമാശ, അല്ലെങ്കിൽ ഒരു തമാശയാണ് ആ ഒരു വ്യക്തി വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങളുടെ അവസ്ഥ നോക്കുമ്പോഴേക്കും
അവർക്കതിൽ റിഗ്രഷൻ തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു തമാശ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്. ബിക്കോസ് നിങ്ങൾ വളരെ ജെനുവിൻ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും റിഗ്രഷൻ ചെയ്യുന്നുണ്ടല്ലോ. റിഗ്രഷൻ ചെയ്താൽ ഉറപ്പായിട്ടും കർമ്മ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡ് വന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയും കൂടി ഇവിടെ ടാലി ആവുകയാണ് ഈ ഒരു വ്യക്തിയിലൂടെ. അറ്റ് ദി സെയിം ടൈം തന്നെ ഇവിടെ വീണ്ടും ഒരു കർമ്മ ഉണ്ടാവും. ഈ ഒരു വ്യക്തിക്ക് ഇവിടെ റിഗ്രഷൻ എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വീണ്ടും നിങ്ങളോട് എന്താണോ ചെയ്തത് അതിനുള്ളൊരു കർമ്മ വളരെ വൈകാതെ തന്നെ ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതാണ് എനിക്കിവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി കറൻ്റ്ലി ഫൈനാൻഷ്യൽ ക്രൈസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടും. ആ ഫൈനാൻഷ്യൽ ക്രൈസ് എന്ന് പറയുന്നത് കർമ്മ തന്നെയാണ്. നമുക്കിപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ ഭയങ്കര ലോ വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്യാഷ് ഇല്ല, സേവിങ്സ് ആയിട്ടൊന്നുമില്ല, നമുക്കിപ്പോൾ എല്ലാത്തിനും ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ലൈഫിൽ. അതിനൊരു മെയിൻ റീസൺ അവരുടെ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മഫലമോ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിലുള്ള കർമ്മഫലങ്ങളോ ആണ്. അതായത് കർമ്മ എന്ന് പറയുന്നതൊക്കെ ഫൈനാൻഷ്യലി കർമ്മയുള്ള ആളുകളിൽ പൈസ കയ്യിൽ നിൽക്കുന്നുണ്ടാവില്ല. അത് പൈസ ഒരു എനർജിയാണ്. ആ ഒരു എനർജി കർമ്മ കൂടുതലുള്ള ആളുകളിൽ നിൽക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. കറൻ്റ്ലി എനിക്ക് നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ഇതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ലസ്റ്റാണ്, അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. അതെനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാനൽ ചൂസ് ചെയ്തിട്ടുള്ള ഓരോ റീഡിങ്സ് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. സെക്കൻഡ് പാനൽ ചൂസ് ചെയ്തിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? ഫീലിങ്സ്. ലോഡ് ഓഫ് കാർഡ്സ്. ഇത്രയും കാർഡ്സ് നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ. ശരി, താങ്ക് യു സോ മച്ച് ക്രിയേറ്റർ. ഈ സെക്കൻഡ് പാനൽസ് ചൂസ് ചെയ്തിട്ടുള്ളവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഭയങ്കരമായിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടത്തിനെ കഴിഞ്ഞും കൂടുതൽ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഈഗോയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ പോകുന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യും, തിരിച്ചു വരും. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്. എക്സാക്ട്ലി ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു എനർജിയിലായിരിക്കും നിങ്ങളിവിടെ ഇരിക്കുന്നുള്ളത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ അവർക്ക് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലും ആ ഒരു ഈഗോ ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ബിക്കോസ് ഇവിടെ കിങ് ഓഫ് സോൾസും ക്യൂൻ ഓഫ് സോൾസും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോയിസ്റ്റിക് എനർജീസാണ് ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈഗോ ക്ലാഷസ് ആണ്, ഈഗോ ഇഷ്യൂസാണ്. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഇതെന്തോരം വർക്കൗട്ട് ചെയ്താലും ഈ റിലേഷൻഷിപ്പ് വർക്കാവില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിസ്കണക്റ്റ് ആവും നിങ്ങൾ തമ്മിൽ, വീണ്ടും നിങ്ങൾ റീകണക്റ്റ് ആവും. ഇതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റിയത്. അറ്റ് ദി സെയിം ടൈം തന്നെ ഇവരുടെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു പാഷനുണ്ട്, ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, ഒരു ഡിവൈൻ ലവ് ഉണ്ട്. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോയാണ്. ഷാഡോ സെൽഫ് ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നിങ്ങളുടെ ഷാഡോ സെൽഫ് ഹീൽ ചെയ്ത് നിങ്ങളുടെ ഈഗോനെയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസിനെയും കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ടും ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവും, മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷേ ഇവർ നിങ്ങളെ പറ്റിക്കൊന്നുമല്ല, ഇവർ ജെനുവിനാണ് ഭയങ്കരമായിട്ടും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് സോഴ്സ് ആൻഡ് 6 ഓഫ് വൺ, 6 ഓഫ് സോഴ്സ്, കിങ് ഓഫ് സോഴ്സ്, സൺസൈൻ. അതായത് നമ്മുടെ പോസിറ്റീവ് കാർഡാണ് സൺ. ഈ ഒരു എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് സെക്കൻഡ് വാൽ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക്. അവർ നിങ്ങളോട് വളരെ ജെനുവിനായിട്ടാണ്, വളരെ ആത്മാർത്ഥമായിട്ടാണ് നിന്നിട്ടുള്ളത്. നിങ്ങളെ ഒത്തിരിയധികം അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈഗോ വരും വെളിയിൽ.
അപ്പോൾ അതിന് പകരം ഈഗോ അവിടെ വർക്ക് ആകുമ്പോഴേക്കും ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും ഒരു ഇഷ്ടം വെളിയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ഇവർ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇവരുടെ ലൈഫിൽ പലപ്പോഴും എടുക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കൂടുതലായിട്ട് മൈൻഡ് യൂസ് ചെയ്യാറുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി. അതുകൊണ്ട് നിങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ആ ഒരു കിങ് ഓഫ് സോഴ്സിൻ്റെ ക്യൂൺ ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു ചില പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ ഒത്തിരി ഹേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും ഫൈനലി നിങ്ങളുടെ ഒരു ഹെൽത്തി ബൗണ്ടറീസും നിങ്ങളും ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ട് നിങ്ങൾക്കും ഇപ്പോൾ ഈഗോ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾ സഹിച്ച് മടുത്തു എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ ശരിക്കുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിലും ഈഗോയും സ്നേഹവും രണ്ടും ഒരുമിച്ച് വർക്കാവില്ലേ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. ഇവിടെ ഇമോഷൻസ് ഹൈഡാണ്, ഇമോഷൻസ് ഷോ ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തി. അതിപ്പോൾ നിങ്ങളും ഷോ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളും നിർത്തി ഷോ ചെയ്യൽ. ഇനി എന്നെ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതായത് ഒരാളിവിടെ ഫെമിനൻ എനർജിയും ഒരാളിവിടെ മസ്കുലിൻ എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ലവ് ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഇവർ നിങ്ങളെ ഒത്തിരിയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഒരു ട്രൂ ഫീലിങ്സും ഇത് തന്നെയാണ്. ഇമോഷണൽ ലെവലിൽ ഇവർ നിങ്ങളിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് റീഡിങ്സ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.